മിമിക്രി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ വന്ന് വെയിറ്റ് ചെയ്യാണ്. അതാ എന്റെ പ്രിയ സുഹൃത്താണ് ശ്രീ കിഷോർ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ എന്താ അനുഗ്രഹിക്കണം. നന്നായി വരട്ടെ, ഞാനും എന്റെ കുടുംബവും. നിങ്ങൾക്ക് ആദ്യമായിട്ട് നീ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചെയ്തിട്ട് പോകണം. അല്ല, അതിന് പരിപാടികളുണ്ടാണ്, ഒരുപാട് പയ്യന്മാർ വെയിറ്റ് ചെയ്യുക. അല്ല, അതിനു മുമ്പേ മാഷിന്റെ ഈ നരേന്ദ്രപ്രസാദിന്റെ സംഭവം എനിക്കത് കാണണം. നരേന്ദ്രപ്രസാദിന്റെ സംഭവം കാണാനൊന്നും പറ്റില്ല. അല്ല, സൗണ്ട് കാണിച്ചാൽ സൗണ്ട് കാണിക്കാൻ പറ്റില്ല, കേൾപ്പിച്ചു തരാം മതി. നരേന്ദ്രപ്രസാദ് ക്ലിയർ ആയിട്ട് നോക്കി പഠിച്ചോണം. അതായത് ഈ പാറപ്പുറത്ത് ചുരട്ടേറ്റ് പിടിക്കുന്ന സൗണ്ടാണ്. അപ്പൊ ചിരട്ട നമ്മൾ കൊണ്ടുപോകണോ? കൊണ്ടുപോണ്ട, നീ തൊണ്ടയിട്ട് പിടിച്ചാൽ മതി കേട്ടാ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാ മതി കേട്ടാ. നരേന്ദ്രപ്രസാദ് 16 കൊല്ലം മുമ്പ് നെറ്റി പിളർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴിമണ്ണുവാരി കയ്യിലെടുത്ത് ഈ അപ്പനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറൊന്നും മുതിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. കണിമംഗലം കോവിലകത്തിന്റെ നാശം പൂർണ്ണമാകട്ടെ, അതിന്റെ മേൽക്കൂറ് നിലമുത്തട്ടെ, എന്നിട്ട് ആലോചിക്കാം അപ്പന്റെ വാക്കുമാറ്റുന്ന കാര്യം. ഇനി എനിക്കൊന്നും പറയാനില്ല, കേൾക്കാനും ആയുസിനു വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചുകൊള്ളുക. ആയുഷ്മാൻ ഭവ. നിനക്കറിയാലോ ഈ ഫീമെയിൽ താരങ്ങളെ ഒരുപാട് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പഠിപ്പിച്ചല്ല, ഞാൻ പഠിച്ചു. അപ്പൊ അടുത്ത ആരെയാണ് നീ ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്? കൽപ്പന ചേച്ചി, മലയാളത്തിന്റെ പ്രിയങ്കരിയായ നടി ശ്രീമതി കൽപ്പന ചേച്ചി. കറക്റ്റ് ആയിരിക്കണം, പറയിപ്പിക്കരുത് തന്നെ. ശരി, എന്നാ ചെയ്തു. എന്റെ വലിയ സ്വാമി, ഇരിയാനോട് മലയാളത്തിലൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? ഇരിയാനോട് ജീവിച്ച് എനിക്ക് വയ്യ. തോൽ അവിടെ ഒരു തരം തന്നെ കണ്ണടിച്ച് കാണിക്കുന്ന എനിക്ക് വയ്യ. കുഞ്ഞെ അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. നിനക്കും ഇല്ലടാ അമ്മയും പെങ്ങന്മാരും, എനിക്ക് വയ്യ. ഓക്കെ, ഇനി നിനക്ക് ഏതാണ് പഠിക്കേണ്ടത്? അല്ല, മാഷ് മറ്റേ ബിന്ദു പണിക്കര പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ബിന്ദു പണിക്കര പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിനക്കറിയില്ലേ? ഏടാ അശോക, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെ? അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. ഓക്കെ, ഇനി മാഷ് പഠിപ്പിച്ച മറ്റേ നന്ദനത്തിലെ നവ്യ നായർ. നന്ദനം എന്ന സിനിമയിലെ നവ്യ നായർ, അത് നവ്യ നായർ കറക്റ്റ് ആയിട്ട് എടുക്കണം. നീ ക്ലിയർ അല്ലായിരുന്നു, അതിപ്പോ ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടാ. ഒന്നെടുത്ത്, അതായത് നമ്മള് കരയണം, നെഞ്ചത്തടിച്ച് കിടക്കണം. സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ ഇങ്ങനെ നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ട് ഉള്ളീന്ന് വരണം. അതിന്റെ താഴെ പിടി, ഇല്ല മൂന്നാമത്തെ കട്ടയിൽ പിടി. റെഡിയായി വരുന്നുണ്ട്. ചെവിയിൽ പൊത്തിയല്ലോ. ഒരു പാഴ്മോഹം എന്റെ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാനോട് ഇങ്ങട്ടാ വന്നത്. എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ സ്വപ്നം കാണിച്ചത്? ഈ കണ്ണീര് കാണാനോ? ആണോ? എന്നും കെടാണ്ട് ഈ തിരി തെളിയിച്ചിനെ തന്നതാ. ഇനി ഞാൻ ഈ തിരി തെളിയിക്കില്ല. എന്നെ ഇരുട്ടിലാക്കിയിട്ട് വെളിച്ചത്തൊന്നും ചിരിക്കണ്ട. നിക്ക് കാണണ്ട ഈ മുഖം. വളരെ ഗംഭീരമായിരുന്നു. പിന്നെ മാഷും വേറൊരാൾ ഇവിടെ ഇരിക്കുകയാണ്. നെല്ല് പുല്ല്. എനിക്ക് അളിയനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്കട്ടെ? അളിയൻ ഇപ്പോഴും ആ പഴയ പരിപാടിയൊക്കെ ഉണ്ടല്ലേ? അറിയാൻ പഠിച്ചു. മുകേഷ് ചേട്ടന്റെ ഒന്ന് ക്ലിയർ ആയിട്ട് പെട്ടെന്ന് എടുത്തേ. മാരു, നിനക്കറിയൂ, ഇന്നലെ എനിക്ക് ഒരു പൊടി ഉറങ്ങാൻ പറ്റിയില്ലടേ. നിന്നോടാ പറഞ്ഞേ തമാശകളാ. എന്നിട്ട് അയിൽ അവിയെന്നങ്ങ് പറയടേ പുല്ല്. എന്തോന്ന് അളിയന്? എന്നാ പിന്നെ ചെല്ല്, നില്ല് പുല്ല്. ഇനി നിനക്ക് ആരെ പഠിക്കണം? ഇനി മാഷി മറ്റേ ലാലേട്ടനെ പഠിക്കണം. ലാലേട്ടനെ പഠിക്കാൻ വേറെ ഒന്നുമില്ല, സംഭവം വളരെ ക്ലിയർ ആണ്. അതായത് പഴയ ലാലേട്ടന്റെ ശബ്ദവും അതുപോലെ തന്നെ പുള്ളി പിന്നെ അഭിനയിച്ച രീതിയും വളരെ വ്യത്യാസമാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ആ പഴയ ലാലേട്ടന്റെ സൗണ്ട് എന്ന് പറയുമ്പോ എന്താ പ്രശ്നമില്ല, പക്ഷേ പ്രശ്നമാണ്. മൈ ഫോൺ നമ്പർ 2233. പുതിയത് വേറെയാണ്. ശേഖര, ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ വരും. പിന്നെ ആ സിനിമയിൽ തന്നെ, അത് ദേവാസുര എന്ന ചിത്രത്തിൽ തന്നെ 3 പേരുണ്ട്. അറിയാലോ? 3 പേര് ആരൊക്കെയാണ്? മോഹൻലാൽ, പിന്നെ വില്ലൻ നെപ്പോളിയൻ, ചിത്ര. അവര് 3 വിധങ്ങളിലുള്ള ഒരു സംഭാഷണം. ഒരുപാട് കാലമായിടി നീ ഒരു മോഹമായിട്ട് എന്റെ മനസ്സിൽ കയറിയിട്ട്. ആദ്യം നീലകണ്ഠൻ, പിന്നെ എന്റെ അമ്മാവൻ. ഇനി 7 ആർക്കെങ്കിലും നീ പാവിരിക്കുന്നെങ്കിൽ അതെനിക്കായിരിക്കണം. അതിനുള്ള യോഗ്യനെ ഞാൻ തന്നെയാടി. യോഗ്യത 10 ആളിന്റെ ബലവും ഇരുട്ടിന്റെ മറകുമില്ലാതെ നീലകണ്ഠന് ഒരു ചുക്കം ചെയ്യാൻ തനിക്കാവില്ല. അപ്പൊ നിർത്തടി, ചാത്താലും തീരില്ല അവന്റെ മഹത്വം. അവന്റെ മരണം എനിക്ക് വ്രതമാടി, വ്രതം. നേരെ പോവാണ് ലാലേട്ടന്റെ വീട്ടിലേക്ക്. ശേഖര, ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. ഇല്ലടാ, നീ അലങ്കോലമാക്കിയ അതേ ഉത്സവം
ഇത്രയും പുരുഷാരവം നോക്കി നിൽക്കേ ഞാൻ നിന്നെ തല്ലാൻ പോവാ. പാട്ടിയെ തല്ലുന്ന മാതിരി തിരിച്ച് കയ്യങ്ങാൻ ഉയർത്തിയാൽ പടക്കം കത്തുന്ന മാതിരി കത്തും. ഇനി വേറൊരാളുണ്ട്, മമ്മൂക്ക. മമ്മൂക്ക എന്ന് പറയുമ്പോ വളരെ വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ്. അതായത് മമ്മൂക്ക ഈ സിനിമയിലൊക്കെ ഇംഗ്ലീഷ് പറയുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഈ സ്റ്റീൽ പാത്രത്തിലൊക്കെ ഉള്ള അടി വീണ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കും. അത് വളരെ ക്ലിയർ ആയിട്ട് ഒരു ചിത്രത്തിൽ ഞാൻ കണ്ടതാണ്. എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലായാലും കറക്റ്റ് താളത്തിനാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം എനിക്ക് ഇംഗ്ലീഷ് വലുതായിട്ട് അറിയില്ല, അതുകൊണ്ടാണ്. അതാവണമടാ പോലീസ്. പിന്നെ മാഷിലെ കൊച്ചുപ്രാവന്റെ പറഞ്ഞുതരാന്ന് പറഞ്ഞു. കൊച്ചുപ്രാവന്റെ പറഞ്ഞുതരാന്നല്ല, അതും കേൾപ്പിച്ചുതരാം. അത് സംഭവം എന്ന് പറഞ്ഞാൽ ഈ താല്പര്യമില്ലാതെ പുള്ളി ഡയലോഗ് പറയുന്നത്. ഒരു താല്പര്യമില്ലാതെ നമ്മൾ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രസന്റ് ചെയ്താൽ മതി. പക്ഷേ ആ പട്ടിയെ വിട്ടുള്ള ഏർപ്പാട് അതത്ര ശരിയായില്ല കേട്ടോ. പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്ന പോലെ ഇവിടെ മുണ്ട് പറിക്കുന്ന കുട്ടികളുണ്ട് എന്നുകൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എന്നാ പിന്നെ ഞാനങ്ങോട്ടെ. താല്പര്യമില്ലാതെ പറഞ്ഞാൽ മതി. പിന്നെ വേറൊരാളുണ്ട്, ശ്രീനേട്ടൻ. ആ ചാട്ടത്തിലും നടപ്പിലും എല്ലാം വളരെ വ്യത്യസ്തതയാണ്. നക്ക് 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 കുണുക്കിട്ട കോഴി കൂളക്കോഴി കുന്നഞ്ചെറിവിലെ വരാട്ടി. പിന്നെ ആർക്കും പിടിക്കാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക് പോകും. നീ കേട്ടോ. എന്തായാലും ഇവിടെ ഉള്ളവരെല്ലാരും കേട്ടത് സ്ഥിതിക്ക് ഇപ്പോ ഈ നമ്മുടെ താരങ്ങളെക്കാൾ വെല്ലുന്ന ഡൂപ്പുകൾ ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഡൂപ്പിലേക്ക് കടന്നു പോവുകയാണ്. ആദ്യമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്താൻ നിരവധി സഖാക്കൾ സഹായിച്ചുവെങ്കിലും കലാപരമായി ഏറെ സഹായിച്ചത് ശ്രീ വയലാർ രാമവർമ്മയാണ്. ഇതാ വയലാർ രാമവർമ്മയുടെ അതേ രൂപത്തിലും ഭാവത്തിലും. ഈ വർണ്ണസുരഭിയം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? ഈ വർണ്ണസുരഭിയം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? സന്ധ്യകളുണ്ടോ? ചന്ദ്രിക